ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ്റ്റിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു ബോട്ടിൽ ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിനു മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വേഗം സബ്സ്ക്രൈബ് ചെയ്തോളുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ വൈറ്റ് അക്രലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു കോട്ട് സ്പോഞ്ച് ഉപയോഗിച്ച് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലേക്കാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ ആദ്യം നിങ്ങൾ കണ്ട പോലത്തെ ആ ഒരു ബ്ലൂ കളർ അക്രലിക് പെയിൻറ്റൂടെ ഞാനതിലേക്ക് അല്പം മാത്രം, കണ്ടില്ല, ഒരു ഡ്രോപ്പ് മാത്രം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇങ്ങനെ ഫെവിക്കോൾ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിലിൽ നിന്ന് അക്രലിക് പെയിൻറ്റ് ഇളകി പോകാതെ ഇരിക്കും. ഇത് ആദ്യം തന്നെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തപ്പോൾ രണ്ടാമതായിപ്പോയി. കുഴപ്പമില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബോട്ടിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു 2 മണിക്കൂർ വെയിലത്ത് വെച്ച് നന്നായിട്ടത് ഉണക്കിയെടുത്തു. അതിലേക്ക് ഞാൻ ആദ്യം നിങ്ങൾ കണ്ട പോലത്തെ ആ ഒരു ബ്ലൂ കളർ അക്രലിക് പെയിൻറ്റൂടെ ഞാനതിലേക്ക് അല്പം മാത്രം, കണ്ടില്ല, ഒരു ഡ്രോപ്പ് മാത്രം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇങ്ങനെ ഫെവിക്കോൾ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിലിൽ നിന്ന് അക്രലിക് പെയിൻറ്റ് ഇളകി പോകാതെ ഇരിക്കും. ഇത് ആദ്യം തന്നെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തപ്പോൾ രണ്ടാമതായിപ്പോയി. കുഴപ്പമില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബോട്ടിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു 2 മണിക്കൂർ വെയിലത്ത് വെച്ച് നന്നായിട്ടത് ഉണക്കിയെടുത്തു.
അങ്ങനെ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ അടുത്ത കോട്ടിന് വേണ്ടിയിട്ട് അക്രലിക് പെയിൻറ്റിലേക്ക് ഞാൻ വീണ്ടും ബ്ലൂ കളർ പെയിൻറ്റ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ്, ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബോട്ടിലേക്ക് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഞാൻ കൂടുതലായിട്ട് ആ ബ്ലൂ കളർ കൊടുക്കുന്നില്ല. കാരണം ആ നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് വൈറ്റ് പെയിൻറ്റ് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അതിനുശേഷം ഞാൻ നമ്മൾ എടുത്ത പെയിൻറ്റിലേക്ക് തന്നെ കുറച്ചും കൂടെ ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആക്കി എടുക്കുകയാണ്. എന്നിട്ടത് ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് സ്പോഞ്ച് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കടലും ആകാശവും ഒക്കെയാണ് ഞാനിവിടെ തീം ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. നന്നായിട്ട് ആ ഡാർക്ക് ബ്ലൂ ഞാൻ താഴെ ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട്. അതെനിക്ക് കാണിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നമ്മൾ മുകളിലും ആ വൈറ്റ് കളർ കൊടുത്തു. അതിനുശേഷം ഞാൻ ബ്ലാക്ക് അക്രലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് ഉപയോഗിച്ച് ഞാൻ എഴുതി ഹാപ്പി ബർത്ത്ഡേ, ഇതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് അതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇങ്ങനെ എഴുതാൻ പ്രയാസമുള്ളവർക്ക് ബ്ലാക്ക് കളർ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് എഴുതി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് എഴുതി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താലും നന്നായിട്ട് നിങ്ങൾക്ക് ഇതിനേക്കാൾ ഭംഗിയിൽ നല്ല ഡിസൈൻ നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അത് എഴുതി കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ഞാൻ സിൽവർ കളറ് ഗ്ലിറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഗോൾഡൻ ത്രെഡാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ റിബൺ ആയാലും കെട്ടിക്കൊടുക്കാം. എൻ്റെ റിബൺ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ത്രെഡ് എടുക്കുന്നത്. ആ ത്രെഡ് ഞാൻ എന്നിട്ട് ഒരു റിബണിൻ്റെ മോഡലിൽ ഞാനത് കെട്ടിക്കൊടുക്കുകയാണ്. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ സൂപ്പർ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് അത് ബോട്ടിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
ഓക്കെ, അപ്പോൾ അതവിടെ ഫിക്സ് ആയി കഴിഞ്ഞു. നിങ്ങൾ നോക്കിയാൽ വൈറ്റ് കളറുള്ളിടത്ത് ഞാൻ കുറച്ച് കിളികളെയും താഴെ ബ്ലൂ കളറുള്ളിടത്ത് കുറച്ച് ഫിഷിനെയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഫ്രണ്ടിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നെഴുതി കൊടുത്തു. ബാക്കിൽ ഒരു കോട്ട്സും കൂടെ ബാക്കിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ല? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളുക. അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതാണ് ബാക്കിൽ എഴുതി കൊടുത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.